ഷൈജു നോക്കൂ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം ദ്വിമുഖ തന്ത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയറ്റാൻ പോകുന്നത്. ഒന്ന്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ; മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഹൈബിയുടെ ലക്ഷ്യമിടുന്നത്. എന്ന് പറഞ്ഞാൽ കൊച്ചി മണ്ഡലത്തിലെങ്കിലും NDAക്ക് ഇക്കുറിയും വലിയ രീതിയിൽ വോട്ട് ഉയർത്തുക സാധ്യമാവില്ല എന്ന സൂചനയാണോ ഹൈബി നൽകുന്നത്? കേരളത്തിൽ മാത്രമല്ല, എറണാകുളം മാത്രമല്ല, ഇന്ത്യ മുഴുവനും ഉണ്ടാകുന്ന ചർച്ച ഇവിടെ നിന്ന് പോകുന്ന ഹൈബിയുടെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഡൽഹിയിൽ കറങ്ങി നടക്കാൻ വേണ്ടിയുള്ളവരെല്ലാം തെളിയിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണിത്. ഡൽഹിയിലേക്ക് പറഞ്ഞയക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ സഭയ്ക്കകത്ത് പറയാൻ വേണ്ടിയാണ്. സഭയിൽ പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കി പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന ആളുകളെയല്ല ജനങ്ങൾക്ക് വേണ്ടത്. ഭരണപക്ഷത്തോടൊപ്പം നിന്ന് ഇവിടെ ഭരിക്കുന്ന മോദിജി സർക്കാരിനോടൊപ്പം നിൽക്കുന്ന പ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടത് എന്ന് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഒന്ന്, ഞങ്ങൾ ഉയർത്തുന്നത് വികസനത്തിൻ്റെ മുദ്രാവാക്യമാണ്. എല്ലാവരുടെയും വികസനം എന്നുള്ള തന്ത്രമാണ്, ആ മന്ത്രമാണ് മോദിജി പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള ആ മന്ത്രമാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നത്. ഇപ്പോൾ ഹൈബിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നാട്ടിൽ എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിൽ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറുണ്ടോ? ഇപ്പോൾ എറണാകുളത്ത് വികസനം വരുന്നു എന്നുള്ളതല്ല, നാം വികസനത്തിലൂടെ സഞ്ചരിക്കുന്നു. വികസനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 2014 മുമ്പും 2014 ശേഷവും എന്നൊരു കാലഘട്ടം കൂടി നാം പരിശോധിക്കണം. 2014 ഇപ്പോൾ ആം ആദ്മിയുടെ ആളുകൾ ഒരു സമരമൊക്കെ നടത്തി ഇപ്പോൾ നിൽക്കുകയാണ്. കുറേ അധികം ആളുകൾ ആം ആദ്മിയുടെ സഹോദരന്മാരുണ്ട്. 2014 കോൺഗ്രസിൻ്റെ അഴിമതി ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതിയാൽ വായിക്കാൻ പറ്റാത്ത അത്രയും വലിയ കോടികളുടെ, അത്രയും പൂജ്യങ്ങളടങ്ങുന്ന കോടികളുടെ അഴിമതിയും അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടന്നൊരു കാലഘട്ടത്തിലായിരുന്നു 2014 ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഭൂമിയും ആകാശവും പാതാളവും എല്ലാം വിറ്റുതുറച്ച ഒരു കാലഘട്ടം കോൺഗ്രസിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. ബോണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല ഞാൻ പറയുന്നത്. ഇതിപ്പോ ബോണ്ടിനെ കുറിച്ച് സുപ്രീം നീതിപീഠം, സുപ്രീം കോടതിയും മറ്റെല്ലാം അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിച്ച് വിലയിരുത്തിയതിനെ കുറിച്ച് വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ സാധാരണക്കാരുടെ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ചുകൊണ്ടുള്ള അഴിമതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ കോൺഗ്രസ് ഈ കാലം അത്രയും 2014 മുമ്പ് നടത്തിയ അഴിമതി, 2014 ശേഷം ഈ നാട്ടിലുണ്ടായ വികസനം നാം അത് പരിശോധിക്കണം. ഇവിടെ മെട്രോ ട്രെയിൻ വന്നിട്ടുണ്ട്. മെട്രോയിൽ നാം യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഉമ്മൻചാണ്ടി പ്രോജക്റ്റ് ആണ്, കേന്ദ്ര പദ്ധതിയാണ് സാർ. അതിൽ 50% കൊടുക്കുന്നത് കേന്ദ്രമാണ്. ഇപ്പോൾ നാം നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളം നഗരത്തിന്റെ കിഴക്കൻ മേഖല തൃക്കാക്കരയിൽ നിൽക്കുമ്പോൾ ഈ തൃക്കാക്കര നഗരസഭ എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ, ഒരു ബജറ്റ് പോലും പാസ്സാക്കാത്ത ഒരു നഗരസഭയാണെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആ ബജറ്റ് പാസ്സാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നഗരസഭയ്ക്ക് തുടരാൻ പോലും ധാർമ്മികമായ അവകാശമില്ല. അത്രയും വലിയ അഴിമതി കൊണ്ട് പൊറുതിമുട്ടുന്ന, അല്ലെങ്കിൽ അഴിമതി കൊണ്ട് ജനങ്ങൾ മടുത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ MP കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ ഇവിടെ MP എന്ത് വികസനം കൊണ്ടുവന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമോ? ഇവിടെ നമ്മുടെ NH66 66 വികസനം നടക്കുന്നു. അത് ഇദ്ദേഹത്തിന്റെ മികവ് കൊണ്ടാണെന്ന് പറയാൻ സാധിക്കുമോ? എടപ്പള്ളിയിൽ നിന്ന് മൂത്തകുന്നത്തേക്ക് അവിടെ നിന്ന് അങ്ങന്നൂർ കാസർഗോഡ് വരെ നീളുന്ന ദേശീയപാത എന്തുകൊണ്ടാണ് 40 വർഷക്കാലം ആ പദ്ധതി പൂർത്തീകരിക്കാതെ കിടന്നു? നരേന്ദ്രമോദിജി അധികാരത്തിൽ വരേണ്ടി വന്നു ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി.